സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്നത് ഇത് ലയൺ ഫിഷ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഡോർസൽ സ്പൈൻസ് എന്ന് പറഞ്ഞാൽ ആ കൊമ്പ് പോലെ ഇരിക്കുന്ന ആ സാധനങ്ങൾ ചെറിയ വിഷമുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ മീനിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുത്തി കിട്ടി കഴിഞ്ഞാൽ മനുഷ്യന് പെയിൻഫുള്ളായിരിക്കും. പക്ഷേ വലിയ സീരിയസ് ഡാമേജ് ഒന്നും വരത്തില്ല, ഫാറ്റിലാവില്ല, നല്ല പെയിൻഫുൾ ആയിരിക്കും എന്നാണ് പറയണത്. പിന്നെ ഇത് വൊറേഷ്യസ് പ്രൊഡക്ടറാണ്. പിന്നെ പെക്ടോറൽ ഫിൻസ് എന്ന് പറഞ്ഞാൽ നെഞ്ചുഭാഗത്തുള്ള നീളമുള്ള ഫിൻസ് വെച്ചിട്ട് എരനെ മൂല കൊണ്ടുവന്നിട്ട് വിഴുങ്ങലാണ് ഇതിൻ്റെ പണി എന്നാണ് പറയുന്നത്. പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുഡ്, അങ്ങനെയാണ് അത് കഴിക്കുന്നത്. പിന്നെ അത് ഒരു ഇൻവേസീവ് സ്പീഷീസാണ് അറ്റ്ലാന്റിക് റീജിയനിൽ, പ്രത്യേകിച്ച് കരീബിയൻ, ഗൾഫ് ഓഫ് മെഹിക്കോ അവിടെയൊക്കെ. പിന്നെ ഇത് അധികമായി കഴിഞ്ഞാൽ ലോക്കൽ ഫിഷ് പോപ്പുലേഷനെ ഡിവാസ്റ്റേറ്റ് ചെയ്യും. അപ്പോൾ ഈ പിന്നെ കോറൽ റീഫൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹെൽത്തിനെയൊക്കെ ബാധിക്കും എന്ന് പറയണത്. എന്ന് പറഞ്ഞാൽ അതിനെ ഹാം ചെയ്യുമെന്നാണ് പറയണത്. അപ്പോൾ മിക്ക സ്ഥലത്തും ഇതിൻ്റെ ഫിഷിങ് എൻകറേജ് ചെയ്യുന്നുണ്ട്, ലോക്കൽ മറൈൻ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഇറച്ചി നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ വിഷമുള്ള സ്പൈൻസ് അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. സേഫ്ലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാംസം എന്നാണ് പറയണത്. ഞാൻ കഴിച്ചിട്ടില്ല, ഇവിടെ പറയണത് അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ മീറ്റ് മറ്റേ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ മഹി, പിന്നെ ഗ്രൂപ്പർ, പിന്നെ സ്നാപ്പർ, ആ ഫിഷിൻ്റെ മീറ്റായിട്ടാണ് ഇതിൻ്റെ മീറ്റ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ ഇത് നല്ലൊരു എക്കോ ടൂറിസം ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഉള്ള സ്ഥലത്ത് ഈ സ്നോർക്കലിംഗ് ഒക്കെ നടത്തി കണ്ടവന ആളുകൾ കാണാനൊക്കെ വരുന്നുണ്ട്. പിന്നെ അക്വേറിയംകാർ കണ്ടവന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കിന്നിൽ നിന്ന് ലയൺ ഫിഷ് ലെതർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ തൊലി എന്ന് പറഞ്ഞാൽ ലെതറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് മെയിനായിട്ട് പേഴ്സുകൾ, ഷൂസ്, പിന്നെ ജ്വല്ലറിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ജ്വല്ലറിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. ലെതറും ആയിട്ട് എന്നിട്ട് പേഴ്സും വാലറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് മേടിക്കാൻ കിട്ടും. ഫിഷ് ലെതർ വാലറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ലയൺ ഫിഷിൻ്റെ സ്പെസിഫിക് ആയിട്ട് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ വിഷം ഇതിനെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ക്യാൻസർ സെല്ലുകളൊക്കെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ള ഗവേഷണമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ മീറ്റിന് റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ്, DHA അതൊക്കെ ഉണ്ടെന്നാണ്, കൂടുതലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ലോവർ റിസ്ക് ഓഫ് ഹെവി മെറ്റൽസ്. ഹെവി മെറ്റലിൻ്റെ സാന്നിധ്യം കുറവാണ്, പ്രത്യേകിച്ച് മെർക്കുറിയുടെ. ഇനി അടിത്തട്ടിൽ ജീവിക്കുന്നതുകൊണ്ടതായിരിക്കും. പിന്നെ ചില കോറൽ റീഫ് ഉള്ള സ്ഥലത്ത് ഉള്ള ഈ ഫിഷിനെ കഴിക്കരുതെന്ന് പറയുന്നത്. അവിടെ ആ റീജിയനിലുണ്ടാണ് ഫിഷുകൾക്ക് എന്താണ് സിഗറ്റുറ ടോക്സിൻ, CIGATEURA, ആ ടോക്സിൻ ഉണ്ട്. അത് ചില പ്രത്യേക കോറൽ റീഫുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാണ് ഈ ഫിഷ്, പ്രത്യേകിച്ച് ഈ ഫിഷിനെ കഴിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലോക്കൽ എക്സ്പെർട്ടായിട്ടുള്ള മീൻപിടുത്തക്കാരോട് ചോദിക്കുക, ഫിഷർമാനോട് ചോദിക്കുക. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ അത് കുറച്ചു നേരം കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കിയോസ്കിലോട്ട് നമുക്ക് പോവാം. ഇൻഫർമേഷൻ നൽകുന്ന ഒരു കിയോസ്ക് ഉണ്ട്, അത് നമുക്ക് നോക്കാം. This poor fish up here, he's just like, I want to fight. Like, I'll tell you, this one little spotted one's just like, I'm running around. You better not stay still too long. They might come attack me. What? That big guy over there, you see him? He's just swimming around. Look down.
dangerous.